ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം പറയുകയാണ്. ഒരു ദിവസം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഈശോയുടെ വചനങ്ങൾ പഠിക്കുവാൻ, അത് എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരുവാൻ, ഞാൻ ഒരു യേശുവിൻ്റെ മകനായി മകളായി മാറുവാൻ കർത്താവ് ഈ വചനങ്ങൾ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുന്ന വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുവാൻ, അതിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ, അതിൻ്റെ മർമ്മങ്ങളെ, അതിൻ്റെ പ്രധാന വിഷയങ്ങളെ, അതിൽ അന്തർലീനമായിരിക്കുന്ന ദൈവം അർത്ഥമാക്കുന്ന ആശയത്തെ ഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ എൻ്റെ നിത്യതയോട് ചേർക്കുവാൻ, യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാപവിമോചനം നേടി യേശുവിൻ്റെ കൂടെയായിരിക്കുവാൻ, യേശുവിനോടൊപ്പമായിരിക്കാൻ, ജീവിച്ചാലും ഈശോയുടെ കൂടെ, മരിച്ചാലും യേശുവിൻ്റെ കൂടെ. അതുകൊണ്ട് ആ രീതിയിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ എനിക്കുള്ള ഒരുക്കത്തിൻ്റെ ക്ലാസ്സുകളായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ തിരുവചനം തുറന്നു വെച്ച് ഓരോ വചനം അതെവിടെയാണ് പറയുന്നതെന്ന് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം കേൾക്കുകയും അത് അവിടെ നിർത്തിയിട്ട് വചനം എടുത്തു വെച്ച് വായിച്ച് അത് ഗ്രഹിച്ച് ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ എളിയദാസിനെ കൂടെ ക്ലാസ് ലഭിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി ലേശം ബുദ്ധിമുട്ടുള്ളൊരു ക്ലാസ്സുകളാണ്. പ്രത്യേകിച്ചും വിശുദ്ധ ഗ്രന്ഥത്തെ, വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ ഗ്രന്ഥമെന്നാണ് പറയുക, വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ധാരാളം വചനങ്ങൾ ഞാൻ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും വായിക്കുകയും മനസ്സിലാവുകയും ചെയ്യുമ്പോഴും എനിക്കും ഒരു പരിധി വരെ സംശയവും ഇതിൻ്റെ നിഗൂഢതകൾ ശരിയോ തെറ്റോ എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷനൊക്കെ കിടക്കുകയും ചെയ്യുന്ന ഒരു വചനമായിരുന്നത്. എന്നാൽ ഇത് വീണ്ടും വീണ്ടും വായിച്ച് വീണ്ടും വീണ്ടും പഠിച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ ഇതിൽ തന്നെ ഇതിനകത്തെ രഹസ്യങ്ങൾ കിടപ്പുണ്ട്. അത് അതിൻ്റേതായ രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയെങ്കിലേ അത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടത് യുഗാന്ത്യം അടുത്തു വരുന്നു എന്നൊരു ക്ലാസ് നമ്മൾ ഇന്നലെ കേട്ടു. അതിനകത്ത് അത് വെളിപാടിൻ്റെ പുസ്തകം വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന ഭാഗത്തിലെ 23-ാം ഭാഗമായിരുന്നു നമ്മൾ കേട്ടത്. ഇന്ന് 24-ാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ തർക്കത്തെ ഏതൊരു മനുഷ്യനും, നമ്മുടെ കത്തോലിക്ക സഭയിലൊക്കെ ധാരാളം വ്യക്തികൾക്ക്, വൈദികർക്ക്, വചനപ്രഘോഷകർക്ക് എല്ലാം ഒരു സംശയം കൊടുക്കുന്ന, എനിക്കും ഒരുതുവരെ 100% സംശയം ഉണ്ടായിരുന്നൊരു ഭാഗമൊക്കെ ആയിരുന്നു, എപ്പോഴാണ് ഈ 1000 വർഷം തികയുക, എപ്പോഴാണ് ഈ 1000 വർഷത്തെ ഭരണം തുടങ്ങുക, എപ്പോഴാണ് ഇത് ഈ 1000 വർഷത്തെ ഭരണത്തിൻ്റെ പ്രത്യേകതകൾ ഭൂമിയിൽ വരിക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നലെ കേട്ടത്, നമ്മൾ കേട്ടു 1000 വർഷം തികയോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത്. തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചു വിടേണ്ടിയിരിക്കുന്നു. ഈ വചനഭാഗം വെച്ചാണ് ഇന്നലത്തെ ക്ലാസ് നമ്മൾ നിർത്തിയത്. ആ അല്പസമയം ഏതാണ്? ആ അല്പസമയത്തേക്കുള്ള അഴിച്ചുവിടൽ എന്താണ്? ആരെയാണ് അഴിച്ചുവിടുന്നത്? അവനെ എങ്ങനെയാണ് തടവിലാക്കിയിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അസംഖ്യം തടവുകാരെ അവിടെ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതായിട്ട് വിശുദ്ധ അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ആദ്യത്തെ മരണം ക്രിസ്തുവിന് മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ മരിച്ചത്, ക്രിസ്തു വന്ന് മരണത്തെ ഏറ്റെടുത്ത് മരണത്തെ ഭൂമിയിൽ നിന്ന് മാറ്റി. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് മരിച്ചുപോയ, വിശുദ്ധി നേടി ദൈവപ്രമാണം അനുസരിച്ച് പഴയ നിയമഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാർ പറഞ്ഞുകൊടുത്ത് ആ വചനങ്ങൾ പാലിച്ച്, ആ പ്രമാണങ്ങൾ പാലിച്ച് ജീവിച്ചു വന്ന് വിശുദ്ധിയോടെ മരിച്ചുപോയ അസംഖ്യം തടവുകാരെയും കൊണ്ടാണ്. കാരണം അന്ന് ഉയർപ്പ് വന്നിട്ടില്ല. യേശുക്രിസ്തു വന്നിട്ടാണ് മരണം എന്ന സത്യത്തെ മാറ്റി ഉയർപ്പ് എന്ന സത്യം ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ഉയർപ്പ് എന്ന സത്യം അന്നേ വരെ, യേശുക്രിസ്തുവിൻ്റെ ജനനവും മരണവും സംഭവിക്കുന്നത് വരെ മരണം നിലനിന്നിരുന്നു. ആ മരണത്തിന് മേൽവിജയം നേടി, എന്നാൽ ആ കാലഘട്ടം വരെ മരിച്ചു പോയിരുന്നവരെ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം പാതാളത്തിൽ ഇറങ്ങി സുവിശേഷം പറഞ്ഞ് യേശുക്രിസ്തു ആ അസംഖ്യം തടവുകാരെയും കൊണ്ട് സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു പോയപ്പോൾ, അപ്പോൾ പോയ ആളുകളാണ് 1-ാം യുഗം വരെ, അതായത് യേശുക്രിസ്തു ശേഷം ആദ്യത്തെ 1000 വർഷം വരെ യേശുക്രിസ്തുവിനോട് കൂടി ജീവിച്ചിരുന്നത്. അവരെയാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്
1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 13-ാം തിരുവചനം. അവിടെ ഇങ്ങനൊരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനം. ആ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധരുടെ കൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കി, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധരുടെ കൂടെ വരുമ്പോൾ, അപ്പോൾ ഈ വിശുദ്ധര് സ്വർഗത്തിലേക്ക് പോയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ആ വചനം അങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ പോയവർ യേശുവിൻ്റെ കൂടെ 1000 വർഷം വാണു, 1000 വർഷം ജീവിച്ചു എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? മരിച്ചവരിൽ അവശേഷിച്ചിരുന്നവർ 1000 വർഷം പൂർത്തിയാകുന്നവരെ ജീവൻ പ്രാപിച്ചില്ല. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവരും അനുഗ്രഹീതരും പരിശുദ്ധരുമാണ്. 1-ാമത്തെ പുനരുത്ഥാനം. ആ 1-ാമത്തെ പുനരുത്ഥാനമാണ് യേശു ക്രിസ്തുവിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് തടവിൽ ആയിപ്പെട്ടിരുന്നവർ. യേശു ക്രിസ്തു അവരെ ഉയർപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി യേശുവിൻ്റെ കൂടെ വസിക്കുന്നവർ. അതാണ് ആദ്യത്തെ 1000 വർഷം. അതിനുശേഷം പറയുന്നത് എന്താണ്? ജീവൻ പ്രാപിച്ചില്ല. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ്. ഇവരുടെ മേൽ 2-ാമത്തെ മരണത്തിന് ഒരധികാരവുമില്ല. അത് 2-ാമത്തെ മരണം എന്ന് പറയുന്നതാണ് യേശു ക്രിസ്തു ഇനി 2-ാമതും ഭൂമിയിൽ വന്ന് വിധിച്ചതിന് ശേഷം, മരിച്ചവരെ ഉയർപ്പിച്ചതിന് ശേഷം, ആ ഉയർപ്പിച്ചിട്ട് വീണ്ടും അവരെ പാതാളത്തിലേക്ക് തള്ളുന്നതിനാണ് 2-ാമത്തെ പുനരുത്ഥാനം അല്ലെങ്കിൽ 2-ാമത്തെ മരണം എന്ന് പറയുന്നത്. 2-ാമത്തെ പുനരുത്ഥാനമല്ല, മരണം എന്ന് പറയുന്നത്. ഇവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ഇവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കും. അവർ അവനോടുകൂടെ 1000 വർഷം വാഴുകയും ചെയ്യും. അപ്പോൾ 1000 വർഷം യേശുവിൻ്റെ കൂടെ അതായത് ഇപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് സ്വർഗത്തിലേക്ക് പോയതിന് ശേഷം ഇപ്പോൾ 2000 വർഷമാവുകയാണ്. അതിൽ ആദ്യത്തെ 1000 വർഷത്തെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അവിടെയാണ് മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല. അപ്പോൾ ആദ്യത്തെ 1000 വർഷം യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ട് പോയപ്പോൾ അസംഖ്യം തടവുകാരായ ആൾക്കാരെ കൊണ്ട്, അതാണ് വിശുദ്ധർ, ആ വിശുദ്ധരെയും കൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് പോയും അവർ ക്രിസ്തുവിനോട് കൂടെ വാഴുകയും ചെയ്തു. എന്നാൽ 2-ാമത്തെ മരണം, ഇതാണ് 1-ാമത്തെ പുനരുത്ഥാനം. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ പുനരുത്ഥാനം. ഇതാണ് 1-ാമത്തെ പുനരുത്ഥാനം. മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം പൂർത്തിയാകുന്നവരെ ജീവൻ പ്രാപിച്ചില്ല. അതിനുശേഷം യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ 1000 വർഷത്തിന് ശേഷം 2-ാമത്തെ 1000 വർഷം തുടങ്ങുന്നത്, അതായത് AD 1033 മുതൽ 2033 വരെയുള്ള ആ ആദ്യത്തെ 1000, ആ 2-ാമത്തെ 1000 വർഷം, ആ 1000 വർഷമാണ് ഇനി യേശു ക്രിസ്തു വരുമ്പോൾ 2-ാമത്തെ പുനരുത്ഥാനം. അതാണ് യുഗാന്ത്യത്തിലെ 2033 യേശു ക്രിസ്തു വന്ന് നമുക്ക് 2033 ശേഷം 45 ദിവസം കഴിഞ്ഞ് 2034 ഫെബ്രുവരി 15-ാം തീയതി ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുമ്പോൾ ആ 2-ാമത്തെ 1000 വർഷത്തിൽ മരിക്കാതെ കിടന്നവരെയാണ് വീണ്ടും കർത്താവ് ഉയർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല. അതായത് ഇപ്പോൾ 2000 യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ 1000 വർഷത്തിലെ 2033 വരെയുള്ള ആ കാലഘട്ടത്തിൽ മരിച്ചവർ പുനരുത്ഥാനം പ്രാപിച്ചിട്ടില്ല. അവരെ ഉയർപ്പിക്കാനാണ് ഇനി യേശുക്രിസ്തു വീണ്ടും വരുന്നത്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും മരിച്ചു പോയിരുന്നാൽ അവരെയും ഉയർപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രണ്ട് പുനരുത്ഥാനത്തെക്കുറിച്ച് കർത്താവോട് പറയുന്നുണ്ട്. അവിടെയാണ് നമുക്ക് സംശയം വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ പ്രിയ സഹോദരങ്ങളെ, ഈ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് എന്ന് പറയുന്നത്, 2-ാമത്തെ വരവ് ആണവയുദ്ധമാണ് ഭൂമിയിലുണ്ടാകുന്നത്. ആണവയുദ്ധത്തോടുകൂടി ലോകവും ഭൂമിയും പ്രപഞ്ചവും അപ്രത്യക്ഷമാകുന്ന സാഹചര്യത്തിൽ യേശുക്രിസ്തു വീണ്ടും ഭൂമിയിൽ വന്ന് നല്ല മനുഷ്യരെ മാത്രം നിലനിർത്തിക്കൊണ്ട് ചീത്ത മനുഷ്യരെ മുഴുവൻ നശിപ്പിച്ച് ഈ ലോകത്ത് വീണ്ടും 1000 വർഷത്തെ ഭരണം എന്നത് സത്യമായിട്ടുമില്ല. കാരണം എന്തുകൊണ്ടാണ് സംഭവിക്കുക? അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആണവയുദ്ധമാണ്. ആണവയുദ്ധത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇത് മൂന്നും ഒറ്റ സെക്കൻഡിൽ വലിയ ആണവ വിസ്ഫോടനത്തിൽ അത് അപ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സെഫനയുടെ പുസ്തകത്തിൽ ഇത് മുമ്പേ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രോധത്തിൽ ഭൂവാസികളെ മുഴുവൻ പൂർണ്ണമായും പെട്ടെന്നും അവിടുന്ന് ഉന്മൂലനം ചെയ്യും. ആ ക്ലാസ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഭൂമിയെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിന് കൂടെ 1000 വർഷം എങ്ങനെ വാഴും? സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, പിന്നെ അങ്ങനെ വാഴില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
പിന്നീടുള്ള യേശുക്രിസ്തുവിന് കൂടെയുള്ള വസിക്കൽ, അതിൽ വാഴുക എന്ന് പറയുന്നത്, അതായത് 2033 ശേഷം ആറ് യുഗം പൂർത്തിയായി പുതിയ ഒരു യുഗം പിറക്കുകയും ആ 7ാം യുഗം എന്ന് പറയുന്നത് സ്വർഗ്ഗയുഗമായി മാറുകയും ചെയ്യും. അവിടെയാണ് നമുക്ക് വലിയ സംശയം വന്നിരിക്കുന്നത്. അത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, പ്രിയപ്പെട്ടവരെ. എന്നോട് ചോദിക്കാറുള്ളത് 33 ശേഷം യേശുക്രിസ്തു ഭൂമിയിൽ വീണ്ടും 1000 വർഷം വാഴുന്നുണ്ട്. ആ വാഴ്ചയ്ക്ക് ശേഷമാണ് ഗോഗ് മാഗോ യുദ്ധമെന്നും അതിനുശേഷമാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് ഇവരെ സാത്താനെ വീണ്ടും പരാജയപ്പെടുത്തിക്കൊണ്ട് ലോകത്തുനിന്ന് മരിച്ചവരെ ഉയർപ്പിച്ച് വീണ്ടും സ്വർഗത്തിലേക്ക് പോകുന്നതെന്നാണ് ചില ആളുകളുടെ പക്ഷം. അത് അവരുടെ ധാരണ അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് പെട്ടെന്നൊന്നും ആരുടെയും ധാരണകളെ, ജ്ഞാനത്തെ തിരുത്താൻ സാധിക്കില്ല. കാരണം വെച്ചാൽ എനിക്ക് കിട്ടിയ ജ്ഞാനത്തിൻ്റെ വരമനുസരിച്ച് എനിക്ക് ബോധ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഈ ബോധ്യത്തെ പിന്നെ ഈ ഭൂമിയിൽ ആർക്കും മാറ്റാൻ പറ്റില്ല. എന്നോട് പലരും തർക്കിച്ചും അല്ലെങ്കിൽ പഠിപ്പിച്ചും സംസാരിക്കാറുണ്ട്. അങ്ങനെയല്ല ബ്രദറെ, ഇങ്ങനെയാണെന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ജ്ഞാനത്തിൻ്റെ വരത്തിൽ നിന്നും എൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ബോധ്യത്തിൽ നിന്നും എന്നെ വ്യതിചലിപ്പിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും സാധിക്കില്ല. കാരണം എനിക്ക് എൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ എൻ്റെ യേശു എനിക്ക് ജ്ഞാനം തന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് എത്ര വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്, വ്യക്തമായിട്ട് പറയണം, അവർ മൃഗത്തിൻ്റെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു. അവർ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം ക്രിസ്തുവിനോട് വാഴുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ കാലത്ത് യേശുക്രിസ്തു മരിച്ചു പോയ കാലഘട്ടത്തിലും പിന്നീട് യേശുക്രിസ്തു മരിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോയതിനു ശേഷം ഈ സാത്താൻ്റെ മുദ്ര സ്വീകരിക്കുകയും സാത്താൻ്റെ കൂടെ വസിക്കുകയും ചെയ്തതിന് യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും ലോകത്ത് അന്നത്തെ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് മതപീഡനവും നമുക്കറിയാം ഇസ്രായേലിനെയൊക്കെ എത്രമാത്രം പീഡിപ്പിച്ചെന്നുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അന്ന് റോമ സാമ്രാജ്യത്തിന് കീഴിലുണ്ടായിരുന്ന മുദ്രകൾ സ്വീകരിക്കുകയും ആ റോമ സാമ്രാജ്യത്തിൽ ചേരാതെ നിന്നവരെയും യഹൂദരെല്ലാം ധാരാളം പീഡിപ്പിക്കുകയും യഹൂദ ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുകയും 60 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനം കൊല്ലപ്പെടുകയും ചെയ്തതൊക്കെ ചരിത്ര സംഭവമാണ്. അത് ബൈബിളിലെ എഴുതപ്പെട്ടതിനേക്കാളേറെ ചരിത്ര സംഭവമാണ്, ലോകത്ത് മുഴുവൻ അറിയാവുന്ന സത്യങ്ങളാണ്. അപ്പോൾ അന്ന് മുദ്ര സ്വീകരിക്കാതിരുന്നവരെയൊക്കെ കർത്താവ് അവനുടെ ജീവൻ പ്രാപിക്കുകയും 1000 മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെ ഞാൻ കണ്ടു. അവർ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം ക്രിസ്തുവിനോട് വാഴുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിലേക്ക് അരയറ്റപ്പെട്ടവർ ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നവർ. അവരാണ് ഞാൻ മുമ്പ് പറഞ്ഞ 1 തെസ്സലോനിക്കർ 3:13 പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന് കൂടെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ വീണ്ടും ഭൂമിയിലേക്ക് വരുമെന്ന് പറഞ്ഞു. മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം പൂർത്തിയാവുന്നവർ ജീവൻ പ്രാപിച്ചില്ല. അപ്പം മരിച്ചവരിൽ കുറേ അവശേഷിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് കുറച്ചുകൂടി വിശുദ്ധി പ്രാപിക്കേണ്ടതായിട്ട് കർത്താവ് നിശ്ചയിച്ചുകൊണ്ട് ആദ്യത്തെ 1000 വർഷം ക്രിസ്തുവിന് കൂടെ സ്വർഗത്തിലേക്ക് പോയവർ ക്രിസ്തുവിന് കൂടി ഇപ്പോഴും വസിക്കുന്നുണ്ട്, വാഴുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും വിശുദ്ധരോടുകൂടി ഭൂമിയിലേക്ക് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളാതെ അവശേഷിച്ചവർ, അതിൽ അവശേഷിച്ചവരാണ് ഇനി യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഉയർപ്പ് പ്രാപിക്കേണ്ടത്. അവരെ ഉയർപ്പിച്ചു കൊണ്ടുപോകുന്നതിനും ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ വീണ്ടും മരിച്ചാൽ അവരെ കൂടെ ഉയർപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം പൂർത്തിയാകുന്നവർ ജീവൻ പ്രാപിച്ചില്ല. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ്. ഇവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് ഒരധികാരവുമില്ല. അവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കും. അവർ അവനോട് കൂടെ 1000 വർഷം വാഴുകയും ചെയ്യും. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമുക്ക് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1000 വർഷം തികയോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. അനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. ഏതാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്? അവൻ ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്രവെച്ചു. 1000 വർഷം തികയോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. ഈ അല്പസമയം എന്താണ്? ആരെയാണ് അഴിച്ചുവിടുന്നത്? ഇത് രണ്ടുമാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ അഴിച്ചുവിടലും ഈ കാലഘട്ടത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ, നമുക്ക് ആ പശ്ചാത്തലത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ 1000 വർഷത്തെ ഭരണം എന്നത് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വചനം കയറി പറഞ്ഞു. അത് വെളിപാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം. സാത്താൻ ലഭിച്ച ശിക്ഷ എന്ന് പറയുന്നിടത്ത് 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചിതനാവും. അപ്പോൾ ഈ 1000 വർഷം തികയുന്നത് 2033. ആദ്യത്തെ 1000 വർഷം കടന്നുപോയി. രണ്ടാമത്തെ 1000 വർഷം എന്ന് പറയുന്നത് 2033.
ആ സമയത്ത് സാത്താൻ ബന്ധനത്തിൽ മോചനാവും. എന്നാൽ അല്പസമയം അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. കർത്താവ് ഈ സാത്താനെ കുറച്ച് സമയം അഴിച്ചുവിടുന്നുണ്ട് ഭൂമിയിൽ. ആ അഴിച്ചുവിടുന്നത് എങ്ങനെയാണെന്നും എവിടെയാണെന്നും വളരെ വ്യക്തമായിട്ട് നമ്മൾ ആ ഭാഷയിൽ തന്നെ, അത് അതിൻ്റേതായ ശൈലിയിൽ തന്നെ, അത് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഇരുന്ന് ഗ്രഹിച്ചാലേ, 2025 ഇരുന്ന് ഗ്രഹിച്ചാലേ ഇത് ശരിയാണോ, ഈ ഡേറ്റ് ശരിയാണോ, കാലഘട്ടം ശരിയാണോ, എഴുതി ശരിയാണോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ് പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ട് ക്ലാസ് വളരെ കട്ടിയുള്ള ക്ലാസ്സാണ്. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. അത് അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 19-ാം അധ്യായം 23-ാം തിരുവചനത്തിലാണ് അതിൻ്റെ അഴിച്ചുവിടൽ എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഇപ്പോഴും ഇതിപ്പോൾ എഴുതിയിട്ട് 2000 വർഷമായ വചനമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണശേഷം അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എഴുതി വെച്ച വചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ 2020 ആ 2000 വർഷങ്ങൾക്ക് ശേഷം ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യക്തമായ ധാരണ അന്നത്തെ പ്രതീകാത്മകത്വങ്ങളും അന്ന് സംഭവിച്ച സത്യങ്ങളും അതേ സംഭവത്തിൻ്റെ ഇന്നത്തെ സംഭവത്തെ നമ്മളിൽ മനസ്സിലാക്കണം. എങ്കിലും നമുക്കത് അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കിയിട്ടു. അതിപ്രകാരം 23-ാം ദിനം ആയിടെ ക്രിസ്തുമാർഗത്തെ സംബന്ധിച്ച് വലിയ ഒച്ചപ്പാടുണ്ടായി. അർത്തേമിയോസ് ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ വെള്ളി മാതൃകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെള്ളിപ്പണിക്കാരായ ദെമത്രിയോസ് ശില്പവേലക്കാർക്ക് വലിയ തോതിൽ തൊഴിലുണ്ടാക്കി കൊടുത്തു പോന്നു. ഇവരെയും ഇതേ തൊഴിലേർപ്പെട്ടിരുന്ന മറ്റുള്ളവരെയും വിളിച്ചുകൂട്ടി അവൻ പറഞ്ഞു, മാന്യരെ, നമ്മുടെ സമ്പത്ത് മുഴുവൻ ഈ തൊഴിലിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. എന്നാൽ കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് എന്ന ഈ മനുഷ്യൻ എഫെസോസിൽ മാത്രമല്ല ഏഷ്യയിലെ വളരെ പേരെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. തന്മൂലം നമ്മുടെ ഈ തൊഴിൽ അവകാശമായി തീരും എന്ന അപകടം മാത്രമല്ല ഉള്ളത്, പിന്നെയോ മഹാദേവതയായ അർത്തേമിയോസിൻ്റെ ക്ഷേത്രം പൂർണ്ണമായി അവഗണിക്കപ്പെടുകയും ഏഷ്യയിലും പരിഷ്കൃത ലോകമെങ്ങും ആരാധിക്കപ്പെടുന്ന അവളുടെ പ്രതാപം അസ്തമിക്കുകയും ചെയ്യും. അവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് വളരെ മനസ്സിലാക്കാവുന്നത്. ഒന്ന്, അർത്തേമിയോസ് ദേവത, അത് എന്താണെന്ന് ഇത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ഒന്ന് അർത്തേമിയോസ് ദേവത, രണ്ടാമത് പരിഷ്കൃത ലോകം. ഇത് രണ്ടുമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. എങ്കിലേ നമുക്ക് ഈ 1000 വർഷത്തെ ഭരണത്തിൻ്റെ നിഗൂഢ രഹസ്യം എവിടെയാണ് കിടക്കുന്നത് മനസ്സിലാകുള്ളൂ. ഏഷ്യയിലും ലോകമെങ്ങും ആരാധിക്കപ്പെടുന്ന അവളുടെ പ്രതാപം അസ്തമിക്കുകയും ചെയ്യും. അപ്പോൾ അവഗണിക്കപ്പെടുന്ന ഏഷ്യയിലെ പരിഷ്കൃത ലോകം, ഏഷ്യയിലെ പരിഷ്കൃത ലോകം അതന്ന് പറഞ്ഞതാണ്. എന്നാൽ ഇന്ന് ഏഷ്യയിലെ പരിഷ്കൃത ലോകം എന്ന് പറയുന്നത് എന്താണ്? അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ 2 കാര്യം കൂടെ മനസ്സിലാക്കണം. ഒന്ന്, അർത്തേമിയോസ് ദേവത എന്ന ദേവി അതായത് അവരുടെ ഒരു ദേവൻ, ഒരു ക്ഷേത്രം, ഒരു ആരാധനാമൂർത്തി എന്ന് പറയാം. നമ്മുടെ ഇന്നത്തെ പൈശാചിക ശക്തിയുള്ള, നമ്മൾ ഇന്നിപ്പോൾ ബ്ലാക്ക് മാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയുമ്പോൾ അതിനകത്തുള്ള ദേവതയെ പോലെ തന്നെ അന്നത്തെ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പരിഷ്കൃത ലോകത്തിലെ സംഭവത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ 35-ാം അധ്യായം 35-ാം തിരുവചനം, 2 മണിക്കൂറോളം ഇത് തുടർന്നു. നഗരാധികാരി ജനക്കൂട്ടത്തെ ശാന്തമാക്കിയതിന് ശേഷം പറഞ്ഞു, എഫേസുസ് നഗരി ദേവതയായ അർത്തേമിയോസിൻ്റെയും അവളുടെ ആകാശത്ത് നിന്ന് വീണ പ്രതിമയുടെയും ക്ഷേത്രത്തിൻ്റെ പാലികയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? എഫേസുസ് നഗരി മഹാദേവത, എഫേസുസിലുണ്ടായിരുന്ന ആ നഗരത്തെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ഒരു ദേവതയാണ് അർത്തേമിയോസ് ദേവത. ഈ അർത്തേമിയോസ് ദേവത എന്ന് പറയുന്നത് അഷിമ ദേവതയുടെ ഒരു രൂപമാറ്റമാണ്. അഷിമ ദേവത എന്ന് പറഞ്ഞാൽ ലൈംഗിക ദേവത എന്നാണ് അർത്ഥം. സെക്സുമായിട്ട് ബന്ധപ്പെട്ട ദേവത. അത്ര പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ ദേവതയെ, അഷിമ ദേവതയുടെ അർത്തേമിയോസ് ദേവി, അതിൻ്റെ ആ മൂർത്തി എന്നാൽ ലൈംഗിക ലൈംഗിക ആസക്തിയുടെ മൂർത്തിയായിട്ട് അവർ കണ്ടിരുന്ന ദേവിയാണ് അർത്തേമിയോസ് ദേവത. അത് പരിഷ്കൃത ലോകത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പരിഷ്കൃത ലോകമെങ്ങും ആരാധിക്കപ്പെടുന്ന അർത്തേമിയോസ് ദേവത എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്ന ദേവത ഏതാണ്? ഇന്നും അതേ ദേവത തന്നെ ഇന്നും ലോകത്തുണ്ട്. ആ ദേവത, പ്രിയപ്പെട്ട, ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം,
ആകാശത്തുനിന്ന് വീണ പ്രതിമയുടെ ക്ഷേത്രത്തിൻ്റെ പാലികയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അപ്പോൾ ഈ ദേവതയെ ആകാശത്ത് നിന്ന് കയറ്റി വെച്ചിരിക്കുകയാണ്. അന്നുണ്ടായിരുന്ന ആകാശമല്ല ഇന്നുണ്ടായിരുന്ന. അന്ന് ആകാശം എന്ന് പറയുന്ന വലിയൊരു മലയുടെ പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് ഈ അഷിമ ദേവതയുടെ, ഈ ലൈംഗിക ദേവതയുടെ ഒരു നഗ്നചിത്രം ഉള്ള ഒരു ശില്പം, ഒരു പ്രതിമ ഒരു വലിയ മലയുടെ മുകളിൽ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ താഴെ നിന്ന് നോക്കുന്നവർ ആകാശത്ത് പൊങ്ങി നിൽക്കുന്നതായിട്ട് ഇത് കാണാം. നമുക്കറിയാം, നമുക്കൊരു വലിയൊരു മലയുടെ മുകളിൽ വലിയൊരു കെട്ടിടമുണ്ടെങ്കിൽ ആകാശത്തിലേക്ക് ഈ കെട്ടിടം ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ നമുക്കിനെ കാണാൻ പറ്റും. കാരണം നമ്മൾ താഴ്ന്നു നിൽക്കുകയും മറ്റത് ഉയർന്നു നിൽക്കുകയും ചെയ്യും. എന്നാൽ അതേ സംഭവം ഇന്ന് 2025 വരുമ്പോൾ നമുക്കറിയാം, ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണക്കൂട്ടിയാൽ മതി, ഈ ബഹിരാകാശ പേടകങ്ങൾ ആകാശത്തിലേക്ക് പോയി. നമുക്കതറിയാം. ഇന്നതിൻ്റെ വിവിധ രൂപത്തിലുള്ള സംഭവങ്ങളെല്ലാം ബഹിരാകാശത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ വാർത്താവിനിമയം ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൊണ്ടുപോവുകയും അവിടെ ഉപഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മിലിറ്ററി ആവശ്യങ്ങൾ, വാർത്താവിനിമയങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ മനുഷ്യന് ആവശ്യപ്പെടുന്നതും ഗവൺമെൻറ്റുകൾക്ക് ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ പുതിയ പരിഷ്കൃത സംവിധാനങ്ങൾ വന്നപ്പോൾ ധാരാളം ഉപഗ്രഹങ്ങളെല്ലാം ആകാശത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തപ്പോൾ അതെല്ലാം വാർത്താമാധ്യമങ്ങൾക്കപ്പുറം നമ്മുടെ സാങ്കേതികവിദ്യ വർദ്ധിച്ചപ്പോൾ ഉല്ലാസത്തിനും എൻ്റർടൈൻമെൻറ്റുകൾ, അത് ഉല്ലാസത്തിനായിട്ടും സമയം നമുക്ക് വെറുതെ ആനന്ദത്തോടെ കളയുന്നതിന് വേണ്ടിയിട്ടും നൃത്തനൃത്യങ്ങൾ, പാട്ടുകൾ, ഡാൻസുകൾ, ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ചിത്രങ്ങൾ, അതിൻ്റെ സംഭാഷണങ്ങൾ, അതിൻ്റെ പടങ്ങൾ, അതിൻ്റെ പരസ്യങ്ങൾ എല്ലാം എന്തായി ആകാശത്തിലേക്ക് കയറ്റി വെച്ച് എന്ന് പറഞ്ഞാൽ ആകാശ പേടകങ്ങളിൽ അത് നിശ്ചിതമായി. അവിടുന്ന് അത് പറയണം, ആകാശത്ത് വീണ പ്രതിമയുടെയും ക്ഷേത്രത്തിൻ്റെയും പാലികയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഇതേ അഷിമ ദേവതയും ഇതേ ലൈംഗിക ദേവതയും ഇന്ന് ബഹിരാകാശത്തുള്ള പേടകങ്ങളിൽ കയറ്റിവെച്ച് ഈ സംഭവം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇരിക്കുന്ന മനുഷ്യരുടെ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ അഥവാ മീഡിയകളിൽ കൂടെ ഈ പ്രതിമയെ, ഏത് പ്രതിമയാണ്? ഈ അഷിമ ദേവത അല്ല ലൈംഗിക ദേവത എന്ന പ്രതിമയെ മനുഷ്യഹൃദയങ്ങളിൽ എത്തിച്ച ഈ പരിഷ്കൃത ലോകം ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, വെള്ളിപ്പണിക്കാരൻ്റെ ലേഖന അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം അതിൻ്റെ 23 മുതലിങ്ങനെ വായിച്ചു വരുമ്പോൾ 27-ാമത്തെ വചനം മുതൽ നമുക്ക് ഏഷ്യയിലും പരിഷ്കൃത ലോകമെങ്ങും ആരാധിക്കപ്പെടുന്ന അവളുടെ പ്രതാപം. അപ്പോൾ നമുക്കറിയാം, ഇന്നിപ്പോൾ സിനിമകൾ, സീരിയലുകളൊക്കെ വരുന്ന സുന്ദരികളായ സ്ത്രീകൾ, സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ, അഭിനേതാക്കളുടെ, പാട്ട് പാടുന്നവരുടെ, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുടെ, എഞ്ചിനീയർമാരുടെ, ഡോക്ടർമാരുടെ, നൃത്യങ്ങൾ ചെയ്യുന്നവരുടെ, IT വിദ്യാഭ്യാസമുള്ളവരുടെ, കോടാനുകൂടി സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികളുടെ ഒക്കെ പരിഷ്കൃത ലോകം ഇന്ന് ഈ ലോകത്ത് മനുഷ്യനിലേക്ക് ഇത്തരം പ്രതിമകളെ അയക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വചനമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഈ 1000 വർഷത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം. ഈ അഷിമ ദേവത, ബാൽദേവൻ, ഈ അർത്തിമോസ് ദേവത തുടങ്ങിയ അന്ന് പ്രചാരമുണ്ടായിരുന്ന ഇത്തരം ദേവതകളെ ആകാശത്തിൻ്റെ പ്രതിമകളായിട്ട് ഇന്ന് കാണുമ്പോൾ ഇവിടെ ഒരു രഹസ്യവും കൂടെ നമ്മൾ വെളിപ്പെടുത്തി മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതായത് അന്നൊരു പ്രതിമയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രതിമ എന്ന ആകാശത്ത് വീണ പ്രതിമയുടെ ക്ഷേത്രം, എഫേസസ് നഗരി മഹാദേവതയായ അർത്തിമോസ് ദേവത, അവളുടെ ആകാശത്ത് വീണ പ്രതിമ. ആ പ്രതിമ ഇന്ന് ഏതാണ്? ഇന്ന് ആ പ്രതിമ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ പ്രതിമയെക്കുറിച്ച് പിന്നെ പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ എൻ്റെ അടുത്ത് വെച്ച് വായിച്ചാൽ പിടുത്തം കിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, 13-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതിരിച്ചു. വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കാൻ അതിന് ഭൂവാസികളോട് നിർദ്ദേശിച്ചു. ആ മൃഗത്തിൻ്റെ പ്രതിമ എന്ന് പറയുന്ന മൃഗമെന്ന മൃഗത്തിൻ്റെ സ്വഭാവമുള്ള, ആത്മാവുള്ള, ദേവൻ്റെ രാജ്യത്തിൻ്റെ അധികാരമുള്ള വ്യക്തിയുടെ പ്രതിമ എന്ന് പറയുമ്പോൾ ആ പ്രതിമ ഇനി ആരായിട്ട് വരും? അതാണ് ഇന്നത്തെ റോബോട്ടുകൾ. ആ റോബോട്ടുകൾ എന്ന സംഭവത്തെ കർത്താവ് എഴുതി വച്ചിരിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആ പ്രതിമയെ എങ്ങോട്ട് അഴിച്ചു വിട്ടിരിക്കുന്നു? ഇനി നമ്മളെവിടെ വരണം? ഇനി അതിൻ്റെ വാക്യം മനസ്സിലാക്കി നമ്മൾ എവിടെ വരണം അറിയോ? 1000 വർഷം തികയോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണത്. 1000 വർഷം തികയുമ്പോൾ
സാത്താൻ ബന്ധനത്തിൽ മോചിതനാകും. ഇപ്പോൾ പ്രിയ സഹോദരരെ, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രതിമ അതായത് കമ്പ്യൂട്ടറുകൾ, അതായത് റോബോട്ടുകൾ ശാസ്ത്രത്തിനൊക്കെ നല്ലതാണെങ്കിലും അതിൻ്റെ തിക്തഫലങ്ങൾ, അതിൻ്റെ പൈശാചിക പ്രവർത്തനങ്ങൾ, റോബോട്ടുകൾ മനുഷ്യനെ കൊല്ലുന്ന കാലം വരുന്നു എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അല്പസമയത്തിന് തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. ഈ റോബോട്ടുകളെ ബൈബിൾ പ്രകാരം, അതായത് ശാസ്ത്രമല്ല, ഇനി പറയുന്ന ശാസ്ത്രമല്ല, ഇപ്പോൾ പറഞ്ഞ വചനം പറഞ്ഞത്, ഈ റോബോട്ടുകളിൽ നിശ്ചിതമായിരിക്കുന്ന ദേവത എന്ന് പറയുന്നത് അത് ലൈംഗിക ദേവതയാണ്. അതാണ് അർത്തിമോസ് ദേവത. ഈ അർത്തിമോസ് എന്ന് പറഞ്ഞാൽ ലൈംഗിക മൂർത്തി, ലൈംഗിക ചൊവ്വയുള്ള, സംഭാഷണമുള്ള, ചലനമുള്ള. അതുകൊണ്ടാണ് ഈ റോബോട്ടുകളെ കല്യാണം കഴിക്കാൻ ഇനി മനുഷ്യന് തുടങ്ങുന്ന കാലം വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് പ്രിയപ്പെട്ട ആ സംഭവം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, 1.5 കോടി രൂപ കൊടുത്താൽ സുന്ദരികളായ റോബോട്ട് സ്ത്രീകളെ നമുക്ക് വാങ്ങാൻ കിട്ടും. ആ സ്റ്റേജിലേക്ക് ലോകമെത്തി. അപ്പോൾ ഇനി ഇത് ധാരാളം രാഷ്ട്രങ്ങൾ ധാരാളം റോബോട്ടുകളെ ഉൽപ്പാദിപ്പിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ചെറിയ വിലയ്ക്ക് വാങ്ങാൻ കിട്ടും. നമുക്കൊരു ഇപ്പോൾ 1.5 കോടി സ്ഥാനത്ത് തന്നെ 10 ലക്ഷം രൂപ കൊടുത്ത് നമ്മളൊരു കാറ് വാങ്ങുന്നു. ഒരു കാറ് വാങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ ചെറിയ വില കുറഞ്ഞ കാറിന് നമ്മൾ ഒരു 4 ലക്ഷം 3 ലക്ഷം കൊടുത്ത് മേടിക്കുന്നത് പോലെ അതിസുന്ദരികളായ റോബോട്ട് സ്ത്രീകളെ വാങ്ങുകയും അങ്ങനെ സ്ത്രീകളെ വാങ്ങുന്ന അവിവാഹിതരായ ചെറുപ്പക്കാർ ആ റോബോട്ട് സ്ത്രീകളുമായിട്ട് കല്യാണം കഴിക്കുകയും അത്തരം സ്ത്രീകളുമായിട്ട് തൻ്റെ ലൈംഗിക വേഴ്ചകൾ നടത്തുകയും ചെയ്യുന്ന സൊദോം ഗൊമോറ പുനഃസ്ഥാപിക്കപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടു. ഇപ്പോൾ 2025 കാലത്ത് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വചനം പഠിക്കേണ്ടത്. ഏത്? 1000 വർഷത്തെ ഭരണം. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത്. ഈ പശ്ചാത്തലമുള്ള ഈ ദേവതയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അർത്തിമോസ് ദേവത എന്ന രതിദേവൻ്റെ, ലൈംഗിക ദേവൻ്റെ മൂർത്തിയുടെ ആത്മാവ് കയറി ഇരിക്കുന്ന വസ്തുവായ റോബോട്ടുകളെ ഉപയോഗിക്കുന്ന കാലഘട്ടം വരുമ്പോൾ എന്തു സംഭവിക്കും? ഈ ഭൂമിയെ ദൈവം വെച്ചേക്കില്ല. അതാണ് എൻ്റെ ശരി. അതിനാണ് 1 പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോസ്തലൻ പറയുന്നത് നമുക്കറിയാം. പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാവും, ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കത്തി നശിക്കും. അങ്ങനെ കത്തി നശിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ വെണ്ണീറാകുമെന്നും ഇത് സംഭവിച്ചാൽ, ആണവ സ്ഫോടനം സംഭവിച്ചാൽ ഈ ലോകം അപ്രത്യക്ഷമാകും എന്ന് പറയുകയും ചെയ്യുന്ന ഈ കാലഘട്ടമാണ് ഈ 2025 കാലഘട്ടം. ആ 2025 മുതൽ ഇനി മുന്നോട്ടുള്ള ഈ 8 വർഷം, 2033 വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തെയാണ് കർത്താവ് വന്നിരിക്കുന്നത് 1000 വർഷത്തെ ഭരണം. അപ്പോൾ നമ്മൾ എവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ റോബോട്ടുകൾ എന്ന സംഭവം ഈ ലോകത്തുണ്ടായിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇനി ഒരു ആണവയുദ്ധം എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ് ഭൂമിയെ കത്തിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഓരോ മുദ്ര പൊട്ടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വ്യക്തമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുന്നത്. സംരക്ഷണ മുദ്രയെ പറ്റി പറയുന്നുണ്ട്. അവൻ മൂന്നാമത്തെ തുറന്നപ്പോൾ വരിക എന്ന് മൂന്നാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. നോക്കിയപ്പോൾ അതാ ഒരു കറുത്ത കുതിര അതിനെ പുറത്തിരിക്കുന്നത്. വീണ്ടും അവൻ 4ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് 4ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ നോക്കി, ഇതാ വിളറിയ ഒരു കുതിര, അതിനെ പുറത്തിരിക്കുന്ന മരണം എന്നു പേര്. അപ്പോൾ മരണം, ക്ഷാമം, ഭൂകമ്പം, ഇരുട്ട്, സൂര്യൻ അപ്രത്യക്ഷമാകുന്ന അവസ്ഥ, ഇങ്ങനെ ഓരോ മുദ്രകൾ പൊട്ടി 2027 മുതൽ ഓരോ മുദ്രകളും പൊട്ടാൻ തുടങ്ങും. 2027 ആദ്യത്തെ മുദ്ര പൊട്ടുമ്പോൾ അത് ആണവ യുദ്ധത്തിൻ്റെ തുടക്കമായിട്ട് മാറും. ആ തുടക്കത്തിൽ ക്ഷാമത്തിൻ്റെ മുദ്ര പൊട്ടും. അതായത് ഭക്ഷണം എന്ന വസ്തുക്കൾ ഭൂമിയിൽ അപ്രത്യക്ഷമാകുന്ന മുദ്ര, ക്ഷാമത്തിൻ്റെ സമൃദ്ധിയുടെ മുദ്ര പൊട്ടി ക്ഷാമം പുറത്തു വരുന്ന മുദ്ര പൊട്ടും. അതുപോലെ തന്നെ വെളിച്ചം, സൂര്യൻ അപ്രത്യക്ഷമാകുന്ന അവസ്ഥ, വെളിച്ചം ഉണ്ടായിരുന്ന അവസ്ഥയുടെ മുദ്ര പൊട്ടിത്തിരിക്കുകയും ഇരുട്ടിൻ്റെ മുദ്ര പൊട്ടി ഭൂമിയിലേക്ക് വരികയും ചെയ്യും. അതുപോലെ നമുക്കറിയാം, അങ്ങനെ ഓരോ മുദ്രകൾ പൊട്ടിച്ചുകൊണ്ട് ഈ ലോകത്ത് ഈ എല്ലാ സംഭവങ്ങളും നടക്കുന്നത് 2027 മുതൽ തുടങ്ങുന്ന ഈ 1000 വർഷത്തെ ഭരണത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവർ, 1000 വർഷത്തെ ഭരണം എന്നത് വീണ്ടും യേശുക്രിസ്തുവിൻ്റെ കൂടെ ഒരു 1000 വർഷത്തെ ഭരണമല്ല ഉള്ളത് എന്നും, ലോകം, ഭൂമിയും, സൂര്യനും ചന്ദ്രനും ഭൂമിയും ഈ ആണവ സ്ഫോടനത്തിൽ അപ്രത്യക്ഷമാവുകയും അങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ 2027 മുതൽ സൊദോം ഗൊമോറ പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പുനഃസ്ഥാപിക്കപ്പെടുന്ന ലോകത്ത് നീതി ഇല്ലാത്ത അവസ്ഥ, സത്യസന്ധത ഇല്ലാത്ത അവസ്ഥ, ദൈവവിചാരം ഇല്ലാത്ത അവസ്ഥ, വിശുദ്ധി ഇല്ലാത്ത അവസ്ഥ, സഭ ഇല്ലാതാകുന്ന അവസ്ഥ,
പരിശുദ്ധ ബലികളും കുർബാനകളും വചനങ്ങളും ഇല്ലാതാകുന്ന അവസ്ഥ. അങ്ങനെ ഇപ്പോൾ ദൈവത്തിൻ്റെ യേശുവിൻ്റെ എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അതൊന്നുമില്ലാതെ അതിൻ്റെ എതിർ സംഭവങ്ങൾ, അതായത് വിശുദ്ധിയാണെങ്കിൽ അശുദ്ധിയുടെ കാലം, നീതിയാണെങ്കിൽ അനീതിയുടെ കാലം, ജീവനാണെങ്കിൽ കൊലയുടെ കാലം, അങ്ങനെ വരുന്നൊരു കാലഘട്ടം ഈ 2027 മുതൽ വരികയും ആ കാലഘട്ടത്തിന് ശേഷമുള്ള പിന്നെയുള്ള 8 വർഷം 2033 വരെ ഉള്ള ആണവ യുദ്ധവും വലിയ യുദ്ധവും മഹാപീഡനവും ലോകത്ത് സംഭവിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിനെ ഭൂമിയെ വെച്ചേക്കില്ല. പിന്നീട് 1000 വർഷത്തെ ഭരണത്തിന് വേണ്ടി ഈ ഭൂമി വെക്കുകയില്ല കർത്താവ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇനി 2033 ശേഷമുള്ള 45 ദിവസം ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുമെന്നും അതോടുകൂടി 6 യുഗം പൂർത്തിയായി 7-ാം യുഗത്തിലേക്ക് ലോകം പ്രവേശിക്കുമെന്നും അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് 2033 യുഗാന്ത്യത്തിൽ തീർന്നുകൊണ്ട് പിന്നീട് വരുന്ന 45 ദിവസത്തെ ഗോഗുമാഗോഗ് യുദ്ധത്തിൽ കർത്താവ് അപ്പോൾ ജീവിച്ചിരിക്കുന്ന വിശുദ്ധിയുള്ളവരെ സംരക്ഷിക്കുമെന്നും ആ സംരക്ഷണത്തിന് വേണ്ടിയാണ് വെളിപാട് 3-ാമത്തെയും 10-ാം ദിനത്തിൽ സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും, കാരണം എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വെളിപാട് ഗ്രന്ഥത്തിൽ ആ സംഭവം എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സാത്താൻ ലഭിച്ച ശിക്ഷ, അതായത് 1000 വർഷം തീരുമ്പോൾ സാത്താൻ ബന്ധത്തിൽ മോചിതനാകും എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കുക? കർത്താവ് സാത്താനെ അഴിച്ചുപിടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ അശുദ്ധിയുടെ, അനീതിയുടെ, തിന്മയുടെ, അജ്ഞതയുടെ, അവിവേകത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, കോപത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, കുറ്റം പറച്ചിലിൻ്റെ, കളിയാക്കലിൻ്റെ, പരസ്പരം കേസ് കൊടുക്കലിൻ്റെ, പരസ്പരം മർദ്ദിക്കുന്നതിൻ്റെ, മുഷ്ടി ചുരുട്ടുന്നതിൻ്റെ, പോലീസ് കേസ് കൊടുത്ത് ഒതുക്കുന്നതിൻ്റെ എല്ലാ സംഭവങ്ങളും ലോകത്ത് നമ്മൾ കാണും. അപ്പോൾ സാത്താനെ കർത്താവ് അഴിച്ചുവിട്ടിരിക്കുക. എന്തിനു വേണ്ടിയാണ് സാത്താനെ ഇങ്ങനെ അഴിച്ചുവിടുന്നത്? അത് മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് വീണ്ടും വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ഈ 22-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ഒന്നുകൂടെ വരുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രമാത്രം സാത്താനെ കർത്താവ് അഴിച്ചുവിടുന്നത്? കർത്താവ് സാത്താനെ അഴിച്ചുവിടേണ്ട ആവശ്യമുണ്ട്. പിടിച്ച് കെട്ടുകയല്ലേ ചെയ്യേണ്ടത്, ജനത്തെ രക്ഷിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? അത് കർത്താവിൻ്റെ അർത്ഥം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. ഇതിങ്ങനെയാണ് എഴുതിപ്പെട്ടിരിക്കുന്നത്: ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കണം, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതീകരിക്കപ്പെടട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അതായത് കർത്താവ് നീതിമാനെ, വിശുദ്ധന്മാരെ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ കുറച്ച് പരീക്ഷണങ്ങളും സഹനങ്ങളും വേദനകളും കൊടുത്ത് അവനെ ദൃഢചിത്തനായി അഗ്നിശുദ്ധി വരുത്തിയ സ്വർണത്തെ പോലെ അവൻ്റെ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധമായ സ്വർണം, നശിച്ചു പോകാത്ത സ്വർണം നിലനിൽക്കുന്നത് പോലെ വിശുദ്ധനെ വിശുദ്ധീകരിച്ച് നീതിമാനെ നീതീകരിച്ച് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിനും, എന്നാൽ അനീതി പ്രവർത്തിച്ചിരുന്നവരെ കർത്താവ് എന്നേക്കുമായിട്ട് തള്ളിക്കളതിനും വേണ്ടിയാണ്. അതാണ് വെളിപാട് പുസ്തകം 22-ാം അധ്യായം 14-21 എഴുതുമ്പോൾ കർത്താവിൻ്റെ ബാക്കിയോടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഭാഗ്യവാന്മാർ നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. അപ്പോൾ ഒരു വിഭാഗത്തെ പുറത്താക്കുകയും മറ്റൊരു വിഭാഗത്തെ വിശുദ്ധിയും നീതിയുമുള്ളവരെ സ്വർഗത്തിൻ്റെ ഉള്ളറകളിലേക്ക് എടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വിഭജനം നടക്കുന്ന സംഭവമാണ് ഈ 2025 മുതൽ 27 മുതൽ 25 ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ആത്മാക്കളെ കർത്താവ് ശേഖരിക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട, ക്രിസ്തുവിന് വേണ്ടി മാറ്റപ്പെട്ട, ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ട അനേകം വിശുദ്ധിയുള്ള വ്യക്തികൾ, ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ട വ്യക്തികൾ. ഇത്തരം ക്ലാസ്സുകളിൽ കൂടെ എന്നെ വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട്. ബ്രദറെ, ക്ലാസ് കിട്ടി ഞങ്ങൾ ഒരുങ്ങിത്തുടങ്ങി, ബ്രദർ പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾ മാറ്റിവെക്കുന്നു, പലതും വേണ്ടാന്ന് വയ്ക്കുന്നു, പലതും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു, ഞങ്ങൾ യേശുവിന് വേണ്ടി ഒരുങ്ങുകയാണ് എന്ന് പറയുന്നവർ, അപ്പോൾ ഇപ്പോൾ ഒരുങ്ങുന്നവരും ഇപ്പോൾ ഒരുക്കപ്പെട്ടിരിക്കുന്നവരും ക്രിസ്തുവിൻ്റെ കൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെടുകയും ആ സ്വർഗത്തിൻ്റെ ഉള്ളറകളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന ആ ഒരു വേർതിരിവിൻ്റെ കാലഘട്ടമാണ് ഈ 2027 മുതലുള്ള യുദ്ധവും അതോടനുബന്ധിച്ചുള്ള പ്രശ്നം. അപ്പോൾ അത് 2033 യുഗാന്ത്യമായി അത് അവസാനിക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് മറ്റൊരു1000 വർഷത്തേക്കുള്ള യേശു ക്രിസ്തുവിന് കൂടെയുള്ള ജീവിതം ഭൂമിയിൽ സംഭവിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് സ്വർഗം എന്ന പരമസത്യത്തിലേക്ക് മനുഷ്യനെ, വിശുദ്ധിയോടെ ഉള്ളവരെ എടുത്ത് മാറ്റപ്പെടുന്ന ഒരു പ്രക്രിയ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ഈ തെറ്റായ ചിന്തകൾ, അത് 1000 വർഷത്തെ ഭരണമെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കൂടെ ഈ ഭൂമിയിൽ തന്നെ 1000 വർഷം വസിക്കുമെന്നാണ് സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ട് മനുഷ്യൻ വായിച്ചാൽ മനസ്സിലാകുന്നത്.
എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ അല്ല എന്ന് ഞാൻ തെളിയിക്കുകയാണ് ഈ മുൻ വചനം കൂടെ. അപ്പോസ്തല പ്രവർത്തനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അർത്തമോസ് ദേവത, ആ ദേവത, ആ ദേവൻ ദേവി, ആ മൂർത്തി വസിക്കുന്ന വസ്തു, ആ വസ്തു സൊദോം ഗൊമോറയുടെ പുനഃസ്ഥാപനത്തിന് കാരണമാകും. അതായത് റോബോട്ട് സ്ത്രീകളുമായിട്ടുള്ള കല്യാണങ്ങളും ആ റോബോട്ട് സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക വീഴ്ചകളും ഭൂമിയിൽ സംഭവിക്കുമ്പോൾ ഈ സൊദോം ഗൊമോറ അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഭൂമിയിലേക്ക് കടന്നു വരും. അങ്ങനെ പൂർണ്ണ രൂപത്തിലേക്ക് കടന്നു വരുന്ന സൊദോം ഗൊമോറയെ ദൈവമായ കർത്താവ് പിന്നെ ഭൂമിയിൽ ഒരിക്കലും വെച്ചേക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞത് അഗ്നിത്തടാകം. നമ്മളതിന് മുൻപേ ക്ലാസ്സിൽ കണ്ടു, അഗ്നിത്തടാകത്തിലേക്ക് എറിഞ്ഞു. ഇവിടെ തന്നെ പറയുന്നുണ്ട്, വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ അതിൽ തന്നെ കർത്താവ് പറഞ്ഞത് അവനെ അഗ്നിത്തടാകത്തിൽ ജീവനോടെ എറിഞ്ഞു. ആ ഭാഗം പറയുന്നുണ്ട്, നമ്മളത് കണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സത്യം ഇപ്പോൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ല. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് പറയാനും പറ്റില്ല, അത്ര നിഗൂഢമാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഈ രീതി മനസ്സിലായി. സൊദോം ഗൊമോറയുടെ പുനഃസ്ഥാപനം എന്നത് ലോകത്ത് നമുക്കറിയാം 2027 ശേഷം ലോകം ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം, ജോലിയില്ലാത്ത അവസ്ഥകൾ, അങ്ങനെ ഓരോ ദുരന്തങ്ങൾ, ഓരോന്നിൻ്റെ മുദ്ര പൊട്ടി ലോകം മുഴുവൻ അതിൻ്റെ നാശത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ലോകം മുഴുവൻ വലിയ അരാജകത്വവും വിശുദ്ധിയും വിശ്വാസവും ഉപേക്ഷിക്കുന്ന അവസ്ഥയും ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന അവസ്ഥയും പാപവും തിന്മയും വർദ്ധിക്കുന്ന അവസ്ഥയും സൊദോം ഗൊമോറയുടെ ചെയ്ത പ്രവൃത്തികൾ ഭൂമിയിൽ എല്ലാവരും വളരെ ലാഘവത്തോടെ ചെയ്യുന്ന അവസ്ഥ വരും. നിയമങ്ങളില്ലാതെയാകുന്ന അവസ്ഥ, വിശുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥ, ക്രിസ്തു ഇല്ലാത്ത അവസ്ഥ, സഭയുടെ വിശുദ്ധിയും വിശ്വാസവും നഷ്ടപ്പെട്ട് സഭ പോലും ഒരുപക്ഷെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നേക്കാം. അല്ലെങ്കിൽ ഉള്ള സഭയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അതിൻ്റെ നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം വരും അങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ അപ്പോൾ കർത്താവ് പിന്നെ ഈ ഭൂമിയെ വെച്ചേക്കില്ല, ഈ ലോകത്തെ വെച്ചേക്കില്ല. അതാദ്യം സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇത് മൂന്നും കൂടെ നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ, അതങ്ങനെയാണ് സഫാനയുടെ പുസ്തകം എഴുതിയിരിക്കുന്നത്, ക്രോധാഗ്നിയിൽ ഭൂമി മുഴുവനും അതിലെ മനുഷ്യരോട് കൂടി എന്നേക്കുമായിട്ട് ഉന്മൂലനം ചെയ്യും എന്ന തിരുവചനം സഫാനയുടെ പുസ്തകത്തിലുണ്ട്. ഞാൻ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, സഫാനയുടെ പുസ്തകം എൻ്റെ ഏറ്റവും അവസാനത്തെ വചനം എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒറ്റ സെക്കൻഡിൽ തന്നെ ഈ 3 ഗോളങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവും. അതിൻ്റെ വെളിപാട് എത്തി വരുമ്പോൾ അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. സൂര്യനും ചന്ദ്രനും ഭൂമിക്ക് ഒരു സങ്കേതം ലഭിച്ചില്ലെന്നും അവയെല്ലാം മാറ്റപ്പെട്ടു എന്നും കർത്താവ് വെളിപാട് ഇങ്ങനത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനഭാഗം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ നിങ്ങളെടുത്ത് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഭൂമിയും സൂര്യനും ചന്ദ്രനും കത്തിത്തീരുകയും മറ്റുള്ള ഗ്രഹങ്ങൾ ലോകത്തിൻ്റെ മറ്റതിൻ്റെ സൗരയൂഥത്തിൽ കറങ്ങിക്കൊണ്ട് മറ്റു സ്ഥലത്തേക്ക് മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ അവ തമ്മിൽ വിസ്ഫോടനം നടക്കുകയും അങ്ങനെ പ്രപഞ്ചം എന്ന സത്യം ലോകത്തുനിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. പിന്നെ ഒന്ന് പാതാളവും ഒന്ന് സ്വർഗവും മാത്രമായിട്ട് പ്രപഞ്ചത്തിൽ അവശേഷിക്കുമെന്നും ഞാൻ ഇതിന് മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ലോകത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ഈ രീതിയിലാണെന്ന് നമുക്ക് ബോധ്യം വന്ന സ്ഥിതിക്ക് ഇനി നമ്മുടെ ഒരുക്കം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വീണ്ടും അതൊരു വെല്ലുവിളിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവം, ഇതിൻ്റെ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ അല്പമെങ്കിലും സംഭവിക്കാൻ തുടങ്ങിയാൽ ആ സംഭവത്തിൻ്റെ പരിണിതഫലം ഭൂമിയിൽ ഒരു മനുഷ്യനും താങ്ങാനാവില്ല. അതായത് യുദ്ധം വന്നാൽ, ഭക്ഷണ പദാർത്ഥങ്ങളില്ലാതെ വന്നാൽ മനുഷ്യനെ താങ്ങാൻ പറ്റുമോ? വാഹന ഗതാഗതം നിന്ന് പോയെന്നാൽ മനുഷ്യന് സഹിക്കാൻ പറ്റുമോ? ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ അങ്ങോട്ട് പരസ്പരം ഇടാൻ പറ്റുന്നില്ല. ആ സംഭവം ഇല്ലാതെ വന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ലോകം നിശ്ചലമായി പോകും. ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും പറ്റുന്നില്ല. അവിടെ നിശ്ചലമായി പോകും. യുദ്ധം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേനും ലോകത്ത് മുഴുവൻ മരുന്നില്ലാത്ത അവസ്ഥയും ഭക്ഷണസാധനം ഇല്ലാത്ത അവസ്ഥയും ഹോസ്പിറ്റലില്ലാത്ത അവസ്ഥയും വരും. അത് മനുഷ്യൻ താങ്ങാൻ പറ്റുമോ? അങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായി വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ എന്ത് ചിന്തിക്കും? സ്വഭാവമായിട്ട് മനുഷ്യൻ എന്ത് മനസ്സിലാക്കും? ഇതാ യേശുവിൻ്റെ 2ാമത്തെ വരവ് എന്നത് യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാവും. അല്ലാതെ ഇപ്പോൾ പറയുമ്പോൾ അതൊന്ന് നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ് കേട്ടാലും ആര് പറഞ്ഞാലും, ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞാലും, ഇതിനേക്കാൾ വ്യക്തമായിട്ട് ആരെങ്കിലും സമർത്ഥിച്ച് പറഞ്ഞാലും അതിന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് കേൾക്കുന്ന വ്യക്തികൾ ശക്തമായിട്ടുള്ള ഒരുക്കം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മീഡിയകളൊക്കെ നമുക്കിപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതൊരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ, ഒരു നിശ്ചിത സമയം വരുമ്പോൾ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യും പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മളിതെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ഇതെല്ലാം വേണ്ട എന്ന് ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ മാത്രം ആശ്രയിച്ച്, യേശുവിൻ്റെ വചനം മാത്രം വായിച്ച്, യേശുവിൻ്റെ വചനം മാത്രം കേട്ട്, യേശുവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സ്വർഗീയമഹത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവായ യേശുവേ, എന്നിലുള്ള കുറവെന്താണ്, എന്നിലുള്ള കുറവുകളും പ്രശ്നങ്ങളും എന്താണ്, എൻ്റെ വെറുപ്പോ വിദ്വേഷമോ, എൻ്റെ കോപമോ അശ്ലീലമോ, എൻ്റെ ലൈംഗിക ആസക്തികളോ, എൻ്റെ ധനത്തോടുള്ള ആസക്തിയോ, എന്നുള്ള ആഡംബരത്തോടുള്ള പ്രിയമാണോ, ഇതെല്ലാം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് അവയിൽ നിന്നെല്ലാം മോചനം നേടി
യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കത്തിൽ ഈ മീഡിയകളും അതുപോലെ സംഗതിയും നമ്മുടെ ആത്മാവിനെ വിശുദ്ധിയിൽ നിന്ന് മാറ്റപ്പെടുന്ന എല്ലാ വസ്തുക്കളെയും, അതുകൊണ്ടാണ് എസ്.കെ. പറയുന്നത്, പാപഹേതുക്കളെ കൺമുമ്പിൽ വെച്ചുകൊണ്ടും ഇസ്രായേൽ ഭവനത്തോട് പറഞ്ഞ ആ വചനം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനൊരു ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാപം ചെയ്യുവാൻ ഹേതുവാകുന്ന വസ്തുക്കൾ കൺമുമ്പിൽ നമ്മുടെ മുമ്പിൽ എന്താണോ ഉള്ളത് എന്ന് കണ്ടെത്തിക്കൊണ്ട് ആ കണ്ടെത്തുന്ന വസ്തുക്കളെ നമ്മൾ എടുത്തു മാറ്റിയില്ല എങ്കിൽ ഈ ആണവ യുദ്ധത്തിൻ്റെ ഭീകരതയിൽ നമ്മൾ പെട്ടുപോകും. പിന്നെ ഒന്നും നമുക്ക് അതിനെപ്പറ്റി ബാക്കിയൊന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എന്തെല്ലാം മാറ്റണമോ, എന്തെല്ലാം വേണ്ടാന്ന് വയ്ക്കണമോ, എന്തെല്ലാം ഉപേക്ഷിക്കണമോ, അതെല്ലാം മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. കാരണം ഈ ക്ലാസ്സുകൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സിലില്ലാത്തതുകൊണ്ട് എന്താണിത് പറഞ്ഞിരിക്കുന്നത്, എന്താണ് വിശുദ്ധഗ്രന്ഥത്തിൽ നിഗൂഢമായിട്ട് എഴുതി വച്ചിരിക്കുന്നത്, ഏത് രീതിയിലാണ് ഒരുങ്ങേണ്ടത്, എന്തെല്ലാം തയ്യാറെടുപ്പിടാണ് വേണ്ടത്, ഏതെല്ലാം തയ്യാറെടുപ്പിലൂടെ ഞാൻ എൻ്റെ ആത്മാവിനെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകണം, ഇതൊക്കെ നിങ്ങൾ പഠിച്ച് ബുദ്ധിപൂർവ്വം ബോധപൂർവ്വം നിന്നാൽ നിങ്ങൾക്കൊരു നിത്യരക്ഷയും നിത്യസന്തോഷവും നിത്യമഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന വലിയ മഹത്വം, അതിൻ്റെ മഹത്വത്തിൻ്റെ, ആ സ്നേഹത്തിൻ്റെ, ആ സന്തോഷത്തിൻ്റെ, ആ ആനന്ദത്തിൻ്റെ, ആ പ്രതീക്ഷയുടെ, ആ മഹത്വ സ്നേഹത്തിൻ്റെ ആനന്ദത്തെ വർണ്ണിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. നമ്മുടെ നിലവിലുള്ള അറിവ് കൊണ്ടൊന്നും അതിൻ്റെ ആനന്ദത്തിൻ്റെ മഹത്വത്തെ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പറ്റിയില്ല പ്രിയപ്പെട്ടവർ. അത് അവിടെ എത്തുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് പരമയാഥാർത്ഥ്യമാണ്. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, സ്വർഗം ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ, ഒരു വസ്തു കത്തിക്കഴിഞ്ഞ് ഒരു കടലാസ് എടുത്ത് കത്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, ചാരം കാണാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് ചാരം കാണാൻ പറ്റില്ല. എന്നതുപോലെ ഒരു സംഭവം രൂപാന്തരപ്പെടുമ്പോഴാണ് അടുത്ത സംഭവം വരുന്നത്. അതുകൊണ്ടാണ് ഭൂമി കത്തിത്തീരുമ്പോൾ ആകാശവും അതിലെ സമസ്ത വസ്തുക്കളും കത്തിച്ചാമ്പലാകുകയും ആകാശം തെറുത്തു മാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ സ്വർഗം പ്രത്യക്ഷമാകും. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ദൃഷ്ടിഗോചരമായ ഒരു സംഭവം, വസ്തുരൂപമായ ഒരു സംഭവം, ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. കടലാസ് കത്തുമ്പോൾ ചാരം വരുന്നു. എന്നാൽ കടലാസ് എടുത്ത് പൊക്കി പിടിച്ചാൽ, ഈ കടലാസ് ഇങ്ങനെ പൊക്കി പിടിച്ചാൽ പ്രിയപ്പെട്ട ഇതിന് ചാരം കാണാൻ പറ്റുമോ? നമുക്ക് ഇതിനകത്ത് എവിടെയെങ്കിലും ചാരമുണ്ടോ? നമുക്ക് നമ്മുടെ അറിവിൻ്റെ ബോധ്യത്തെ നമുക്ക് പറയാൻ പറ്റിയതിന് ഇത് കത്തിക്കഴിഞ്ഞാൽ ചാരമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അവനൊന്ന് വിശ്വാസം, മറ്റൊന്ന് അറിവ്, ഈ രണ്ടും. എന്നാൽ ഇത് കത്തിച്ച് കഴിയുമ്പോഴാണ് എന്ത് കണ്ടത്, കത്തിച്ച് കഴിയുമ്പോൾ ഈ കടലാസ് അപ്രത്യക്ഷമാവും. പിന്നെയുള്ളത് തന്നെ ഒരല്പം ചാരമാണ്. അപ്പോൾ കടലാസ് ഇല്ലാതെ ആവുന്നു, മറ്റൊരു വസ്തു നമ്മുടെ കയ്യിൽ വരുന്നു, ചാരം വരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ലോകം, പ്രപഞ്ചം, ഭൂമി അപ്രത്യക്ഷമാവുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ് എന്ത്, സ്വർഗം, സ്വർഗരാജ്യം, ദൈവം, യേശു ക്രിസ്തു. അത് നമ്മൾ പ്രത്യേകം മറന്നുപോകാതെ ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ക്ലാസ്സുകളിൽ കൂടെ കേൾക്കുന്ന വചനങ്ങൾ, നിഗൂഢമായ വചനങ്ങൾ, കട്ടിയുള്ള വചനങ്ങളാണ് തരുന്നത്. ഇത് പെട്ടെന്നങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരികയില്ല. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ വെളിപ്പെട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ വചനം എടുത്തു വെച്ച് വായിച്ച് ഇത് ശരിയോ തെറ്റൊന്ന് വിലയിരുത്തിക്കൊള്ളുക. എന്നിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും, ഇത് ശരിയാണ്, ഇത് പരിപൂർണമായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി തന്ന ക്ലാസ് ശരിയാണ്, ഇതാണ് ശരി എന്ന് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിശ്വസിക്കുകയും ഇതിന് അടുത്ത നടപടിയായ വിശുദ്ധീകരണ പ്രക്രിയയിലേക്ക് നിങ്ങൾ മാറുകയും ചെയ്യണം. കാരണം നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ ധ്യാനങ്ങളും ക്ലാസ്സുകളും കുമ്പസാരങ്ങളും സംവിധാനങ്ങളും ഓൾറെഡി നമുക്കിപ്പോൾ ലഭ്യമാണ്. എന്നാൽ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ ഒന്ന് കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്ന സമയം വരും. ഒരു ധ്യാനം കൂടി അല്പം ആശ്വാസം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു കർത്താവിനെ ചിന്തിക്കുന്ന സമയം വരും. നമുക്കൊരല്പം നമ്മുടെ കൺമുമ്പിൽ നിന്ന് ആഹാരം ഇല്ലാതായി കഴിയുമ്പോൾ അല്പം ആഹാരം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ കരയുന്ന, നിലവിളിക്കുന്ന, മരണത്തെ മുന്നേ കാണുന്ന സമയം വരും. അവിടെയൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ വിശുദ്ധീകരണ പ്രക്രിയ എത്രമാത്രം ആഴത്തിലുണ്ടോ, ഇപ്പോൾ നീ എത്രമാത്രം വിശുദ്ധി പ്രാപിച്ച് അതിനേക്കാൾ വിശുദ്ധി പ്രാപിച്ച് ഒരുങ്ങുന്നുവോ, ഇപ്പോഴുള്ള വിശുദ്ധിയേക്കാൾ എത്രമാത്രം ഉയരത്തിലേക്ക് വിശുദ്ധിയുമായി നീ മുന്നേറിയോ, എത്രമാത്രം വിശുദ്ധിയും സ്നേഹവും കർത്താവിലുള്ള ആശ്രയബോധം നീ വർദ്ധിപ്പിച്ചുവോ, എത്രമാത്രം നീ നിൻ്റെ പാപത്തിൻ്റെ ഹേതുക്കളായ വസ്തുക്കളെ കൺമുമ്പിൽ എടുത്തു മാറ്റിയോ, ഇതിനൊക്കെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മുടെ വിശുദ്ധിയുടെ പവർ, വിശുദ്ധിയുടെ ശക്തി, ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ ശക്തി. അതനുസരിച്ചാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയെ സർവശക്തനായ ദൈവം തീറ്റി പോറ്റി സംരക്ഷിച്ച് കർത്താവിൻ്റെ വരെ സൂക്ഷിക്കും. അതിൻ്റെ ഇടയ്ക്ക് മരിച്ചാലും, വിശുദ്ധിയോടെ മരിച്ചാൽ ഒന്നുകിൽ നിദ്ര, അല്ലെങ്കിൽ ഇപ്പോൾ അത് കർത്താവിൽ മൃതിയടയുന്നവർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ മരണനിദ്ര. ഞാൻ ഒരു മനുഷ്യൻ്റെ 4 മരണത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പുറകോട്ട് പോയി വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കണം. അങ്ങനെ ശക്തമായ ഒരു ഒരുക്കത്തിന് നമ്മൾ തയ്യാറായില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ്. ഞാൻ എന്ന വ്യക്തി അപ്പാടെ നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും. പ്രിയപ്പെട്ട, അങ്ങനെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയും ഭൂമിയിൽ
ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിടുന്നില്ല. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ്, എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ്, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗ്രഹവും ചിന്തി. പക്ഷേ മനുഷ്യൻ അതിനിടയ്ക്ക് പെട്ടുപോവുകയാണ് പലവിധ അസ്വസ്ഥതകളിൽ. ഈ ലോകത്തിലെ ജഡമോഹങ്ങളിൽ നമ്മുടെ കണ്ണുകൾ ഉടക്കുകയും ഈ ലോകത്തിൻ്റെ മായകളിൽ നമ്മൾ വീണുപോവുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നിത്യതയിലേക്ക് പോകാൻ, അല്ല നിത്യത എത്തിപ്പെടുവാൻ, നിത്യ പ്രാപിക്കാൻ തടസ്സമായി അനേകം കാര്യങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. എന്നാൽ അതിനെ ബോധപൂർവ്വം മാറ്റിക്കൊണ്ട് വിശുദ്ധിക്കാണ്ട് പരിശുദ്ധിക്കായിട്ട് ഒരുങ്ങിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. അതിനാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവചനം എന്നെ വിശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുരക്തം എന്നെ കഴുകി വിശുദ്ധീകരിക്കട്ടെ. എന്നിലെ പാപത്തിൻ്റെ കറ, തിന്മയുടെ ആസക്തി, തിന്മയുടെ അസ്വസ്ഥതകൾ, തിന്മയുടെ പൈശാചിക ബന്ധനങ്ങൾ, തിന്മയുടെ ദുരാത്മാക്കൾ, ഏതെല്ലാം പക്ഷിയുടെ ആത്മാക്കളാണോ ദുരാത്മാക്കളോ എൻ്റെ മനസ്സിലുള്ള കണ്ടെത്തിക്കൊള്ളണം. അത് കണ്ടെത്തിക്കൊണ്ട് അതിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പരിശുദ്ധി കൊണ്ടുവന്ന ക്രിസ്തുവിൻ്റെ പ്രാവാകുന്ന ആ പ്രാവിൻ്റെ രൂപമുള്ള ആത്മാവിനെ എൻ്റെ ഹൃദയത്തിൽ കുടിയിരുത്തിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങണം പ്രിയ സഹോദരങ്ങളെ. കാരണം ഏത് നിമിഷവും എന്തും ലോകത്ത് സംഭവിക്കാം. ആ രീതിയിലുള്ള കാലഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു കുമ്പസാരത്തിൻ്റെ, ഒരു വിശദീകരണ പ്രക്രിയയുടെ സാഹചര്യം ഇല്ലാതെ വരും. ആ വരുന്ന സമയത്ത് നമ്മൾ അയ്യോ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അതിനാൽ അടുത്ത പ്രാവശ്യത്തെ ഫെബ്രുവരി മാസത്തിലെ ധ്യാനങ്ങൾ നമുക്കറിയാം. ലോകത്തിൻ്റെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ധ്യാന സെൻ്ററുകളുണ്ട്. അങ്ങോട്ട് ഓടിക്കൊള്ളുക. അവിടെ പോയിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ധ്യാനം കൂടാൻ പറ്റുമോ, എങ്ങനെയൊക്കെ വിശദീകരിക്കപ്പെടാൻ പറ്റുമോ, അതൊക്കെ ചെയ്ത് വിശുദ്ധി പ്രാപിക്കാനായിട്ട് ഒരുങ്ങിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. അതിനെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, വീണ്ടും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.